ഒരു സിനിമയുടെ വിജയത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറുകളിൽ ഒന്നാണ് പ്രൊഡ്യൂസർ പൈസ ഇറക്കണ്ടേ. വെൽക്കം ബാക്ക് ടു റേഡിയോ 91.7 FM. കൂടെ ഞാൻ അച്ചു ആണ്. എന്തായാലും സിനിമാ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളുടെ കുടുംബം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ഐ ആം കാതലിന്റെ പ്രൊഡ്യൂസർ ഡോക്ടർ പോൾ വർഗീസ് ആണ്. സർ, വെൽക്കം ടു റേഡിയോ സുനോ. Thank you so much. എന്തായാലും ഒരു വലിയ വിജയം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസ് ആണ് ഓഡിയൻസിന്റെ അടുത്തുനിന്ന്. അതുപോലെ റിവ്യൂസിനും നല്ല രീതിയിൽ പോകുന്നു. എല്ലാ രീതിയിലും കളക്ഷൻ വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും വളരെ സന്തോഷം തരുന്ന ദിനങ്ങളായിരുന്നു വ്യാഴാഴ്ച മുതൽ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും, ഈവൻ കേരളത്തിൽ നിന്നും ഇന്ത്യൻ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും അതുപോലെ ഖത്തർ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളും ഫോൺ കോൾസ് ആയിട്ടാണെങ്കിലും മെസ്സേജ് ആയിട്ടാണെങ്കിലും നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും. ഇപ്പൊ ഐ ആം കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ വരുമ്പോൾ മലയാളത്തിലെ ഈ ഒരു വർഷത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംബോയിന്റെ ഒരു ചിത്രമാണ് ഗിരീഷ് ഏടി നസ്ലിൻ കോമ്പിനേഷൻ. സോ ആ ഒരു സിനിമ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുടെ ഒരു ഭാരം അല്ലെങ്കിൽ ഒരു വലിയ ഹൈപ്പ് ഉറപ്പായിട്ടും ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. സോ ഏതെങ്കിലും ഘട്ടത്തിൽ അതൊരു ടെൻഷൻ ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. സിനിമയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഗിരീഷ് ഏടി തീർച്ചയായിട്ടും ഒത്തിരി കഴിവുള്ള ഒരു സംവിധായകനാണ്. അതുപോലെ നസ്ലിൻ എന്നൊക്കെ അഭിനയിച്ചിരിക്കുന്ന നായികയാണ് അനുഷ്മ, അതുപോലെ വിനീത് വിശ്വൻ, അതുപോലെ ടെക്നിക്കൽ സൈഡിലുള്ള ആകാശ്, സിദ്ധാർത്ഥ് പ്രദീപ്, അങ്ങനെ എല്ലാവരും നമുക്ക് ഒരു വിശ്വാസമുള്ള ടീം തന്നെയായിരുന്നു. പിന്നെ അതിന്റെ മോറോവറായിട്ട് സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സിനിമയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. സിനിമ ഞാൻ റെസ്പോർട്ട് കണ്ടിരുന്നു. അപ്പോ അതുകൊണ്ട് റിലീസ് സമയത്ത് അങ്ങനെ ഒരു കാര്യമായ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു മിനിമം പരിപാടി ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഗിരീഷ് ഏടിയെ സംബന്ധിച്ചിടത്തോളം റൊമാൻറ്റിക് കോമഡി സിനിമകളാണ് പൊതുവെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഇതുവരെ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ട്രാക്ക് മാറ്റി അതിനകത്ത് റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഈ എലമെന്റ്സുകളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് ഗിരീഷ് ഏടി സഞ്ചരിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഗിരീഷ് ഏടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വളരെ കഴിവുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏത് ജോണറും ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം ഒരു റോം കോം ഉള്ള സിനിമകളാണെങ്കിലും അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള സംഭവങ്ങളും വഴങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണല്ലോ ഈ സിനിമയുടെ വിജയവും ചെയ്യിപ്പിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഈ ഐ ആം കാതലിന് എനിക്ക് തോന്നുന്നു പ്രേമലുവിന് മുൻപേ കൺസീവ് ചെയ്ത് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആണ്. അതിന് മുമ്പേ പല രംഗങ്ങളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളത് പ്രേമലു റിലീസ് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. പിന്നെ കുറച്ച് സാങ്കേതിക കാരണങ്ങളെ കുറച്ച് നീണ്ടുപോയതാണ്. നമ്മളെന്തായാലും നവംബർ 7 നമ്മൾ വേൾഡ് വൈഡ് റിലീസ് ചെയ്തത്. ഒരു നല്ലൊരു ഡേറ്റ് ആയിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. യെസ്, ആസ് എ പ്രൊഡ്യൂസർ ഈ ഒരു മൂവി എന്നതിലപ്പുറം പൂമരം പോലുള്ള സിനിമകളുടെയൊക്കെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാളാണ്. സോ പുതുമുഖങ്ങളെ അല്ലെങ്കിൽ പുതിയ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു സാറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നല്ലേ? തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനാണ്. എന്റെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ നമ്മളാണ് നമ്മുടെ എന്റെ ഫിലിമിലൂടെ പിള്ള തുടങ്ങിയ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന മലയാളത്തിലെ മുൻനിര നായിക നിതാപ്പിള്ളയാണെങ്കിലും കാളിദാസ് ജയറാമാണെങ്കിലും വരുന്നത്. അതുപോലെ ഈ നടീനടന്മാർ മാത്രമല്ല, റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് എല്ലാവരും ഒരു കഴിവുള്ളവരാണെങ്കിൽ അവരൊരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിക്കൂടരുത്. അവരൊരു പുതുമുഖമാണ് എന്നുള്ള ധാരണയിൽ ഒതുങ്ങിക്കൂടരുത്. കഴിവുള്ളവർ മുൻനിരയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. എല്ലാത്തിലും എതിരെയായിട്ടുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമയെ ഒരു ബിസിനസ്സിലുപരി ഞാനൊരു പാഷനായിട്ട് എടുക്കുന്ന ഒരാളാണ്. ഞാൻ സിനിമയോടുള്ള ഒരു പാഷൻ കൊണ്ടാണ് ഞാൻ സിനിമയിലെത്തിയതും. ഞാൻ ഇന്നിപ്പോ എന്റെ 4ാമത്തെ സിനിമയായ കാതലിന്റെ പ്രൊഡ്യൂസറായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ആ ഒരു പാഷൻ ഉള്ളവരിൽ നിന്നേ നല്ല സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായും. സിനിമയുടെ നമ്മളൊരു സിനിമയിൽ ബിസിനസ് ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതിലുപരി സിനിമയോട് നമുക്കൊരു സ്നേഹവും എന്താ പറയാ ഒരു കൂറൊക്കെ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് തിരിച്ചും സിനിമ തരുള്ളൂ. വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാർ, ഇപ്പം ഒരു പ്രൊഡ്യൂസറുടെ കോൾ എന്ന് പറയുന്നതാണ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ കഥ എഴുതുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു കഥ പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് എത്തിച്ച് ഒരു ഒപ്പീനിയൻ കിട്ടുക അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഒരു പ്രൊഡ്യൂസർ കോൾ എങ്ങനെയാണ്? ഒരു കഥ കേൾക്കുമ്പം ഈ ഒരു കഥ ഞാൻ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സാർ എത്തുന്നത് ഏത് മൊമെന്റിലായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ സ്ക്രിപ്റ്റ് നമുക്കൊരു ആകർഷണം തോന്നണം. സ്ക്രിപ്റ്റ് ഇത് കൊള്ളാം, ഇത് നമുക്ക് ഒരു കണ്ടന്റ് ഉണ്ട്, നമുക്ക് എന്തൊരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സ്വാഭാവികമായിട്ടും അതൊരു ഡയറക്ടറും നടന്മാരിലേക്ക് എത്തുന്നു. പിന്നീട് അത് ഡെവലപ്പ് ചെയ്തൊരു ഒരു ലോങ് പ്രോസസ് ആണല്ലോ ഒരു സിനിമ സംഭവിക്കുക എന്നുള്ളത്. പെട്ടെന്ന് ഒരു കാഴ്ചക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു സിനിമ നടക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ അതിന്റെ പുറകിലുള്ള സ്ട്രഗിളും അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുന്ന സമയം വരെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞുള്ള അതിന്റെ മാർക്കറ്റിംഗ് വരെ ഉള്ളത് ഭയങ്കര ഒരു പ്രോസസ്സാണ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിന്റെ ഒരു നെടുന്തൂണ.
സ്വാഭാവികമായിട്ടും അതിനകത്ത് ഡയറക്ടർ പറഞ്ഞ DOP, ക്യാമറ, മ്യൂസിക്, എഡിറ്റിംഗ് എല്ലാ മേഖലയും വരുന്നുണ്ട്. ഞാൻ കൂടിച്ചേരുമ്പോൾ നടന്മാർ സ്വാഭാവികമായിട്ടും വരും. അതിനകത്ത് നല്ല കഴിവുള്ളവർ അഭിനയിക്കാനുള്ള അഭിനയിക്കുന്നവരുടെ കഴിവും എല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. പിന്നെ എല്ലാം കൂടി സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മളൊരു സിനിമ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും നമ്മളതായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ ഇഷ്ടപ്പെടണം, അതുപോലെ സ്ക്രിപ്റ്റ് നമ്മൾ ഡയറക്ടറിലേക്ക് എത്തണം. അങ്ങനെ ആ 2 ഘടകങ്ങളായാൽ തന്നെ ബാക്കി കാര്യങ്ങൾക്ക് തീരുമാനം. അതെ, അടിത്തറ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെ. അതെ. ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൺസെപ്റ്റ്. യെസ്, തീർച്ചയായിട്ടും. ഇപ്പം ഗിരീഷ് ഷേഡി നസ്ലിൻ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ സംസാരിച്ചു കൂട്ടാൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംബോ ആണ്. കഴിഞ്ഞ ഇടയിൽ കേരളത്തിനപ്പുറത്തേക്കും വലിയ വിജയമായ ഒരു കോമ്പിനേഷനാണ്. സോ അവരെ ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്തൊക്കെയായിരുന്നു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്തത്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താ, ഇത്രയും ഒരു സക്സസ്ഫുൾ കോംബോ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മാർക്കറ്റിംഗ് വന്നിരുന്നില്ല. ഇന്റർവ്യൂസ് നമ്മൾ അതുപോലെ ബാക്കി തിയേറ്റർ വിസിറ്റ് പരിപാടികളുടെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലെ ഇത് നോക്കുവാണെങ്കിൽ മറ്റേ അതർ സ്റ്റേറ്റ്സ്, ഇപ്പൊ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലും ചെന്നൈ സിറ്റികളിലും നോർത്ത് ഇന്ത്യ, പഞ്ചാബ്, മൊഹാലി അവിടെയുള്ള അങ്ങനെയുള്ള സിറ്റികളിലൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗിരീഷ് ആണെങ്കിലും നസ്ലിനാണെങ്കിലും ബാക്കി ഇന്റർവ്യൂസ് കാര്യങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ലൈവായിട്ടുണ്ടായിരുന്നു. ബാക്കി ഇപ്പോ തിയേറ്റർ വിസിറ്റിനാണെങ്കിലും എല്ലാ പരിപാടികൾക്കും അവരുണ്ടായിരുന്നു. കണ്ടന്റുകളെല്ലാം പെട്ടെന്ന് വൈറലായത് നമുക്ക് ഗുണം ചെയ്യുന്നു. ഇപ്പം ഖത്തറിലാണെങ്കിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും നല്ല റെസ്പോൺസ് മൂവിക്കുണ്ട് അല്ലേ? അതെ, എല്ലായിടത്തും നല്ല റെസ്പോൺസ്. ഈ ഒരു ഫസ്റ്റ് ഡേ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ ഈ ഒരു മൂവിയുടെ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ഗിരീഷ് ഷേഡിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞിടയിൽ പ്രേമലുവിന്റെ സമയത്ത് ഗിരീഷ് ഷേഡിയോട് സംസാരിച്ചപ്പോൾ ഗിരീഷേടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എന്റെ സാധാരണ സിനിമയിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന ഒരു മൂവി ആയിരിക്കും അയാം കാതലൻ, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നു. പക്ഷെ ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ ഒരു ഗിരീഷ് ഷേഡി ചിത്രമാണ്, അല്ലെങ്കിൽ ഗിരീഷ് ഷേഡി സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, ഇതുവരെയുള്ള സ്റ്റൈൽ ഓഫ് മേക്കിംഗിൽ തന്നെ നിൽക്കുമ്പോഴും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഗിരീഷ് ഷേഡിയിൽ നിന്നൊരു പുതിയ എലമെന്റ്സ് നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ? അതെ, അതിനകത്തൊരു ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് എലമെന്റ്സ് വരുന്നു, അതിനകത്ത് ട്വിസ്റ്റുകൾ വരുന്നു. അതൊരു ക്ലൈമാക്സ് ആണെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അദ്ദേഹം ഇതിനൊന്നും ചെയ്യാത്ത സംഭവം. അതാണ് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോണർ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും സിനിമയിൽ സംഭവിച്ചത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം പലയിടത്തും സീരിയസ് നോട്ടിലേക്ക് പോകേണ്ടടുത്തും ആ ഒരു കോമഡിയും നമ്മളെ ചിരിപ്പിക്കുന്ന ആ ഒരു എലമെന്റ്സും മിസ്സാക്കിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണല്ലോ. അതെ. കോമഡി ആദ്യ ദിവസങ്ങളിൽ ഇതൊരു ത്രില്ലർ ജോണർ മാത്രമാണ് നേരത്തെ ആളുകളിൽ. പക്ഷേ സെക്കൻഡ് ഡേ ഞങ്ങൾ തിയേറ്ററിലൊക്കെ പോയപ്പോൾ ഭയങ്കര ഫസ്റ്റ് ഹാഫിലൊക്കെ ഭയങ്കര ചിരിയും പരിപാടികളും ഉണ്ടായിരുന്നു. അതെ, സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്ന ചിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ചിരി ഉണ്ടായിരുന്നു. പലരും നമ്മോട് ചോദിച്ചതിനകത്ത് ഇങ്ങനെ ചിരി എന്നുണ്ടായിരുന്നു, നിങ്ങൾ മാർക്കറ്റിംഗിൽ പറഞ്ഞില്ലല്ലോ. അതെ, പക്ഷേ വിലയിരുത്തട്ടെ എന്ന് കരുതിയാണ് നമ്മൾ അത് റിവീൽ ചെയ്യാറുണ്ട്. സിറ്റുവേഷൻ കോമഡികൾ വർക്ക്ഔട്ട് ആക്കുന്ന കാര്യത്തിൽ ഗിരീഷ് ഷേഡി പടങ്ങൾ ഇപ്പൊ വേറെ ലെവലിൽ മുൻപിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. സിറ്റുവേഷൻ കോമഡികളിലാണല്ലോ ശരിക്കും നല്ല നമുക്ക് പ്രേക്ഷകനൊരു ആസ്വാദനം വരുന്നല്ല. നമ്മളൊരു കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന കോമഡിക്കാലും സിറ്റുവേഷൻ കോമഡിയാണല്ലോ എപ്പോഴും വർക്കാവുമ്പോൾ നമുക്ക് ഒരു പ്രേക്ഷകന് സുഖം കിട്ടും. തീർച്ചയായിട്ടും ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരു സാധാരണക്കാരനായ ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്ന എല്ലാ സ്റ്റേജിലൂടെയും കടന്നു പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് എക്സ്ട്രാ എലമെന്റ്സ് കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അതെ. നമ്മളൊരു ഹൈടെക് ഹാക്കിംഗ് ഒന്നും പറയുന്നില്ലല്ലോ. നമ്മളൊരു ദേശീയ ഹാക്കിംഗ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാട്ടിൻപുറത്തുകാരന് അവന് ചെയ്യാൻ പറ്റുന്ന എന്താണോ അവൻ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അല്ലാതെ നമ്മൾ എല്ലാ കണ്ടന്റുകളും അതിനകത്ത് ഇപ്പൊ ഒരു ഫാമിലി, അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്, ഒരു പ്രണയം, എല്ലാം മൂട് പരിപാടിയാണെങ്കിൽ കൂടി അതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. പ്രേക്ഷകരോട് നമ്മൾ ഒരു കോൺഫിഡൻസോടുകൂടി എനിക്ക് പറയാൻ പറ്റുന്നത് കണ്ടാലും ഒരിക്കലും കുറ്റം പറയില്ല. എന്തായാലും ഒരു നല്ലൊരു നല്ല സിനിമയെ പ്രേക്ഷകർ ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ സാറിന്റെ അടുത്ത പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും പുതിയ ഒന്ന് രണ്ട് പ്രൊജക്ടുകൾ ഡിസ്കഷൻ ഉണ്ട്. അതിന്റെ ഒരു കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യാറായിട്ട് എന്തായാലും നമ്മൾ പിന്നീട് സംസാരിക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ പറയാം. അപ്പൊ എന്തായാലും അയാം കാതലിന്റെ പ്രൊഡ്യൂസറിന് അയാം കാതലൻ കണ്ട് കാതലിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കണ്ട് കാതലിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി, സ്നേഹം, കടപ്പാട്. അതുപോലെ ഇനിയും കണ്ട് കാതിരിക്കാനിരിക്കുന്ന പ്രേക്ഷകരോട് പറയാതിരുന്ന നിങ്ങൾ ഒട്ടും വൈകിക്കാതെ കാണുക. ഈ കാതലിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, സാക്കാതിരിക്കുക, തിയേറ്ററിൽ തന്നെ കാണുക, എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക, വിജയിപ്പിക്കുക, വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സാർ, അയാം കാതലൻ പോലൊരു സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച്.